നമസ്കാരം. ഭാഗ്യം ഇത് വന്നിട്ടോ. ഈ പെൺപിള്ളക്ക് എല്ലാരോടും പ്രശ്നം കേട്ടോ. ഞാൻ കരുതിയ ദിലീപിനോട് മാത്രമുള്ളൂ പ്രശ്നം എന്നാണ്. അങ്ങനെയല്ലാന്ന് ലോകത്തിലെ ആണുങ്ങളോട് മുഴുവൻ ഇവർക്ക് പ്രശ്നമാണ്. ഇവർക്ക് ഈ പരാതിയും പരിഭവങ്ങളും ഒഴിഞ്ഞിട്ടുള്ള ഒരു ഒരു പരിപാടിയില്ല. ഒരു സിനിമയിൽ ജോലിക്ക് വിളിച്ച് ആ ജോലി എടുത്ത് പോകലല്ല പരിപാടി. അതിൻ്റെ അണ്ടകടാഹം തോണ്ടി ഞോണ്ടി വെറുതെ ഇരിക്കുന്നവൻ്റെ വായലിട്ട് വിരലിട്ടിട്ട് മാന്താൻ നിൽക്കും. അപ്പൊ അവര് വെറുതെ വിടോ? കടിച്ചു പോവും. മേലടിയിൽ പല്ലല്ലേ അപ്പൊ കടിച്ചു പോമ്മയെ. ഇവിടെ ബീനു പപ്പൻ ചൊറിഞ്ഞോണ്ടിരിക്കുക. ബീനു പപ്പനല്ലാതെ ഇവരുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആരെങ്കിലൊക്കെ ഇവർക്ക് ചൊറിയണം. പ്രത്യേകിച്ച് കുറച്ച് ഉശിരുള്ള ആണുങ്ങളെ കണ്ട അപ്പ മാന്തൂര്. നമുക്ക് ആ വീഡിയോ എന്നിട്ട് കണ്ടുവരാം. പപ്പുവിന്റെ മകന്റെ ബിനു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു. ബിനു എന്താണ് ആ സിനിമയിൽ റോളെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാനത് ഡബ് ചെയ്യാൻ പോയപ്പോൾ ബിനുവിനെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. പക്ഷേ ബിനു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു. ആ ഹോസ്റ്റ് ചോദിക്കുന്നു, ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞതിന് സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞു? ഇല്ല, അവർ പറഞ്ഞത് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പരമ പുച്ഛമാണ്. ഒരാളും ചേച്ചി ആ മൂവി റിലേറ്റഡ് ആരും എന്നിട്ട് ഒന്ന് കൺസോളി അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിച്ച ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നെ മാറ്റി നിർത്തിയാലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. ശോഭനയുടെ വോയിസ് സ്വന്തമായി ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി. എന്താ അതിൽ തെറ്റ്? സത്യത്തിൽ ബിനു പപ്പുനൊന്നല്ല അഹങ്കാരം. അതായത് പപ്പുന്റെ മോൻ. അതിന്റെ പേരെന്താ? ഒരു മുഞ്ഞാവണം. എല്ലാവരും മുഞ്ഞ പാപ്പ. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ മാത്രമേ മുഞ്ഞില്ലാത്തുള്ളൂ. ഇതില് നമ്മുടെ അമ്മായിക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, വളരെ രസകരമായിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാന്നൊക്കെ പറയും. ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാണ്. അപ്പൊ അമ്മായി ഇങ്ങോട്ട് പറയും. അവർക്ക് ഈ സാധനം റീച്ച് കിട്ടിയാൽ മതി. അമ്മായി കണ്ണാക്കി പണി എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യത്തില് ബുദ്ധിയും ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഈ നാണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ഒരു സെറ്റുള്ള ആളുകളെ കണ്ട, ഒരു ഉശിരക്കുള്ളവരെ കണ്ട അമ്മയ്ക്ക് കുഴയും, മാന്താൻ തോന്നും. ദിലീപിനോട് മാത്രമല്ല കേട്ടോ, ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ അപ്പ ചവിട്ടണം അമ്മായിക്ക്. അമ്മായി എന്താണ് അമ്മായി ഇങ്ങനെ? ഭാഗ്യം. ലോകത്തുള്ള എല്ലാവരെയും, ശോഭനായാലും ശരി, സ്ത്രീകളായാലും ശരി, മൂപ്പട്ടൊക്കെ ഉയർത്തി നിൽക്കുന്ന കുറച്ച് സ്ത്രീകൾക്കുണ്ട് അവിടെയും ബാന്ധു. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്ന തന്നെ ഇങ്ങനെ ഈ ലൈം ലൈറ്റിൽ ശ്രദ്ധ നേടി നിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഈ കേസും ഈ സബ്ജക്റ്റിലൊന്നും ഈ പറയുന്ന ജനകീയ നടനൊന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവർക്ക് സിനിമകളില്ല, റെക്കോർഡിങ് ഒരു കുട്ടി പോലും വിളിക്കില്ല. ഇതാണ് കയ്യിലിരിക്കുന്നത്. ആ ഇൻഡസ്ട്രിയിലൊക്കെ ഏറ്റവും മാന്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് പപ്പുവിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത്. ബിനു പപ്പൻ എന്നൊക്കെ പറയുന്നത് വളരെ ഡീസൻ്റായി, വളരെ സൈലൻ്റായി, വളരെ മനോഹരമായിട്ട് പപ്പുവിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു അതുല്യ നടന്മാരിൽ ഒരാളും കൂടിയാണ് അല്ലേ. അവരൊക്കെ പോലും കുറ്റം പറയുന്ന ഒരു സ്ത്രീ, ഇവർക്ക് വേറെന്തോ പ്രശ്നമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇവർക്ക് റെക്കോർഡിംഗ് ഇല്ല, സിനിമകളില്ലാത്തതുകൊണ്ട് ഈ ലൈം ലൈറ്റിൽ എന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആരെങ്കിലും കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുക. അത് കിട്ടാനും റീച്ച് കിട്ടാനുള്ളതാ ഈ ഓൺലൈൻ ചേച്ചിമാരെ പോലെ കുറേ ആൾക്കാർ. ചേച്ചി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ആ താളത്തിൽ അമ്മായി ഇങ്ങനെ തള്ളി വീടുന്നില്ല. അമ്മായിയേ ഭാഗ്യം.